എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. 22-ാം സങ്കീർത്തനം 15-ാം വാക്യമാണ് നാം ശ്രദ്ധിച്ചത്. 22-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു മശിഹൈക സങ്കീർത്തനമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വെടിയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. യേശു കർത്താവിൻ്റെ മരണസമയത്ത് താൻ അനുഭവിക്കേണ്ടി വന്ന ആ വ്യഥകൾ വ്യക്തമാക്കുന്നൊരു വാക്യമാണ് 15-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഈ കർത്തൃദിവസത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 64-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ മരണയോഗ്യമായതൊന്നും കണ്ടില്ല എന്ന് പീലാത്തോസ് പറയുന്നു, ഹെരോദാവ് പറയുന്നു, സന്നിധിയും സംഘം പറയുന്നു. അന്നത്തെ മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യഫാവും മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല എന്ന് പറയുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ മരണയോഗ്യൻ എന്ന് വിധിക്കുന്നത് ജനകീയ കോടതിയാണ്. അവർ എല്ലാവരും വിധിക്കുകയാണ്, ഒരേ ശബ്ദത്തിൽ വിധിക്കുകയാണ്. അവൻ മരണയോഗ്യൻ എന്നെല്ലാവരും വിധിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവൻ മരണത്തിലേക്ക് ഇറങ്ങുന്ന രംഗമാണ് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശ്യം വഹിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ജനങ്ങൾ യോർദാൻ്റെ കരയിൽ നിൽക്കുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ്റെ കരയിൽ നിൽക്കുന്ന ജനത്തിന് മറുകരയെത്തേണ്ടത് ആവശ്യമാണ്. വാഗ്ദത്ത ദേശം സ്വന്തമാക്കണമെങ്കിൽ, കനാൻ നാട്ടിൽ എത്തണമെങ്കിൽ അവർ യോർദാൻ്റെ മറുകരയിൽ പോയേ മതിയാകുകയുള്ളൂ. യോർദാൻ അവർക്ക് മുമ്പിൽ വലിയ പ്രതികൂലമായി നിൽക്കുമ്പോൾ അത് കടക്കണമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. യോശുവ ദൈവത്തിൽ അരുളപ്പാട് ലഭിച്ചവനായി ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവർ പെട്ടകവും ചുമന്നുകൊണ്ട് യോർദാനിലേക്ക് മുമ്പേ കാലെടുത്ത് വയ്ക്കണം. അവർ പെട്ടകവുമായി കാലെടുത്ത് വയ്ക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. ഇതാ, മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കുന്നു. യോർദാൻ 2ആയി വിഭജിക്കപ്പെടുന്നു. ജനങ്ങൾ യോർദാൻ്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ആ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയ ഉടനെ തന്നെ സംഭവിച്ച അത്ഭുതം. ഇതാ, ന്യായവിധിക്ക് തുല്യം, മരണത്തിന് തുല്യം. ഇതാ, യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ ആ യോർദാനിലെ വെള്ളം 2ആയി വിഭജിക്കപ്പെടത്തക്ക നിലയിൽ ഇതാ ന്യായവിധിക്ക് സദൃശ്യമായിരിക്കുന്ന, മരണത്തിന് സദൃശ്യമായിരിക്കുന്ന യോർദാൻ വഴിപിരിയുകയാണ്. യോർദാൻ 2ആയി വിഭജിക്കപ്പെടുകയാണ്. ആ യോർദാൻ്റെ നടുവിൽ കൂടെ ഇസ്രായേൽ ജനം അക്കരെ എത്തുന്ന, കനാൻ നാട്ടിലെത്തുന്ന, വാഗ്ദത്ത ദേശം സ്വന്തമാക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണമില്ലാത്തവനെന്നാൽ മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ പരാജയപ്പെടുത്തുവാൻ മരണത്തിലേക്ക് ഇറങ്ങുന്ന രംഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമുക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ അനവധി കാര്യങ്ങൾ നമുക്ക് ആ നിലയിൽ ചിന്തിക്കുവാൻ കഴിയും. റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും. ദൈവത്തിന് സ്തോത്രം. നാം അതിക്രമക്കാരായിരുന്നു, നാം പാപികളായിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാൽവറിയിലെ ക്രൂശിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതേ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെട്ട അതേസമയം നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് കാൽവറിയിൽ ദർശിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ
തോൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മരണം മാറ്റുവാനാണ് കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തു മരണമില്ലാത്തവൻ മരണത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്തു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ആ മരണം നമ്മിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിലേക്ക് ഇറങ്ങുന്ന രംഗം നാം ഇവിടെ ദർശിക്കുകയാണ്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മയൊക്കെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരനുഗ്രഹമാണ്. പിശാചിനെ തോൽപ്പിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് മരണത്തിന്മേൽ ജയം കൊണ്ടവനായി, പാതാളത്തിൻ്റെ മേൽ പിശാചിൻ്റെ മേൽ ജയം കൊണ്ടവനായി നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, ദൈവത്തോട് നിരപ്പില്ലാത്തവരായിരുന്നു. പാപനിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ 1 പത്രോസ് 3:18 നാം വായിക്കുന്നു, നീതിമാനായിരുന്നവൻ നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. അതേ, നമ്മുടെ കർത്താവ് നീതിമാനായിരുന്നു. നീതിമാനായവനെ തള്ളിക്കളഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ജനം ആവശ്യപ്പെടുകയാണ്. ബർബാസിനെ വിട്ടുതരുവാൻ ആവശ്യപ്പെടുന്നു. അതേസമയം നമ്മുടെ കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്ന്, നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്യുവാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രംഗം നാം ഇവിടെ ദർശിക്കുകയാണ്. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും സഹിത്വവും നമുക്ക് നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. മാത്രമല്ല, നാം അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീരുവാൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അപ്രകാരമാണ്. നാം കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധരായി തീരുവാൻ, നിഷ്കളങ്കരായി തീരുവാൻ, കുറ്റമില്ലാത്തവരായി തീരുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്, ക്രൂശിൽ യാഗമായി തീരുകയാണ്. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നതിലൂടെ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രിയരേ, കർത്താവായ യേശുവിൻ്റെ മരണം നിമിത്തം നമുക്ക് യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. അതുമാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ട് നമ്മുടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രത്യാശയും നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ ലഭ്യമായിരിക്കുകയാണ്. റോമർ 8:11 നാം വായിക്കുന്നത് പ്രകാരമാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവിനാൽ തന്നെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ഈ കർത്തൃദിവസത്തിൽ നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് മരണത്തിൻ്റെ മേൽ വിജയം കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് സകല മഹത്വത്തിനും സകല സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ആ തൃപാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കാം. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കർത്തൃദിവസത്തിലും അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ, അവിടുത്തെ മരണമുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ അവിടുത്തെ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ മരണത്താൽ പിശാചിനെ തോൽപ്പിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ മരണത്താൽ നീതികെട്ടവരായിരുന്നു ഞങ്ങളെ നീതിമാന്മാരാക്കി ഞങ്ങളെ ദൈവത്തോട് നിരപ്പിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ മരണത്താൽ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനും മരണത്തിനപ്പുറമുള്ള ആ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയങ്ങൾക്ക് ലഭിക്കുവാൻ അവിടുത്തെ കൃപ ചെയ്തല്ലോ. നന്ദിയോട് സ്തോത്രം. സകല മഹത്വ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.